Hello everyone, welcome to Success Academy's YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC CGL 2019 4th March 2020 ഷിഫ്റ്റിൽ കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ റീസണിങ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? ഓക്കെ, ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. അതായത് നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, അതിൽ നമ്മളൊരു ഡയഗണൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ഡയഗണൽ വരക്കുമ്പോൾ 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലൈൻ വരക്കാം. ഈ ഒരു ലൈൻ വരക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ഒരു വെർട്ടെക്സിന് അബൌട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേസ് നോക്കിയാൽ മതി. ഇവിടെ ഉണ്ട് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടോ, അതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ, മൊത്തം 3 ട്രയാങ്കിൾസ് എക്സ്ട്രാ ക്രിയേറ്റ് ആയിട്ടുണ്ട് അവിടെ ആ ഒരു ലൈൻ വരക്കണമുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് അവർ ഈ ഒരു ലൈനാണ് വരച്ചേക്കുന്നത്. ഈ ഒരു ലൈൻ വരക്കണം. നമുക്ക് ഈ ഒരു ലൈൻ വരക്കുന്നുണ്ട് എത്ര ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആവേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വെർട്ടെക്സിന് അബൌട്ടാണ് ട്രയാങ്കിൾസ് ഫോം ചെയ്തേക്കണം. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ. അത് കൂടാതെ വേറെ ട്രയാങ്കിൾസ് ഇല്ല ഇവിടെ, ഈ ഒരു വെർട്ടെക്സിന് അബൌട്ട് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ് വരച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈൻ വരക്കാം. ഈ ലൈൻ വരക്കുമ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ സിമിലർലി നമുക്ക് കാണാൻ പറ്റും. ഈ വെർട്ടെക്സിന് അബൌട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു വലിയ ട്രയാങ്കിൾ ഇട്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ലൈൻ കാരണം ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ വെർട്ടെക്സിന് അബൌട്ട് 2 ലൈൻ പോയിട്ടുണ്ട് അല്ലേ. അത് ഇങ്ങനെയും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തു. അത് മാത്രമല്ല അത് വേറൊരു, അപ്പോൾ ഈ ഒരു വെർട്ടെക്സിന് അബൌട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 3 ട്രയാങ്കിൾസ് നമുക്ക് ആഡ് ചെയ്യാം. അത് കൂടാതെ ഇനി എവിടെയെങ്കിലും ട്രയാങ്കിൾസ് ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെർട്ടെക്സ് നോക്കുമ്പോൾ, ഈ ഒരു പോയിന്റ് നോക്കുമ്പോഴത്തേക്കുണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടോ, നമ്മൾ കൗണ്ട് ചെയ്യാത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ഈ ഒരു വെർട്ടെക്സിന് അബൌട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയെന്ന് ചോദിച്ചാൽ 5, 7, 10 = 11. മൊത്തം 11 ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഒരു കേസിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ചില കേസസിൽ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ കൗണ്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഫിഗേഴ്സ് ഇല്ലേ, ഒരു ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ള കേസ്, അങ്ങനെ വെച്ച് നമ്മൾ ഓരോ വെർട്ടെക്സ് അബൌട്ട് പോവുക. ഈ വെർട്ടെക്സിന് അബൌട്ട് 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ള കേസ് നോക്കാം. സിമിലർലി ഫർദർ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക അല്ലാതെ രീതിയും, അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ത്രൂവും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കോഡഡ് ബ്ലഡ് റിലേഷൻ ആണ്. അതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ, പ്ലസ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പാണ് പറയുന്നത്. എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ പ്ലസ് സിമ്പിൾ കാണിക്കുന്നത്. ഈ പറയുന്നത് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, അത് ബി എന്ന് പറഞ്ഞാൽ ഇസ് സിസ്റ്റർ ഓഫ് എ എന്നാണ് പറയുന്നത് പ്ലസ് സിമ്പിൾ ആണെങ്കിൽ. അപ്പോൾ സിമിലർലി ഇവർ ആ എൻറ്റയർ ബ്ലഡ് റിലേഷൻ ഇങ്ങനെ കോഡായിട്ട് ഇങ്ങനെ തന്നേക്കുവാണ്. അവസാനം ചോദിച്ചേക്കാണ് ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു എച്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു എച്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലഡ് റിലേഷൻ ഡയഗ്രാം വരക്കുമ്പോൾ ഇത്രയും ഡയഗ്രാം വരച്ചാൽ മതി, ഡിന്ന് എച്ചിലോട്ട് എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. ഈ സിമ്പിളിൻ്റെ ബേസിലാണ് ഈ റിലേഷൻഷിപ്പ് കോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഡിയും ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ ഡിയും ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്ലസ് റിലേഷൻഷിപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ജി പ്ലസ് ഡി എന്ന് പറയുന്നത് എ പ്ലസ് ബി, ബി ഇസ് എ സിസ്റ്റർ ഓഫ് എ എന്നാണ്. അത് ഡി ഇസ് എ സിസ്റ്റർ ഓഫ് ജി എന്ന് വരും. ഡി ഇസ് എ സിസ്റ്റർ ഓഫ് ജി. അപ്പോൾ ഇത് കറക്റ്റായില്ലേ? സെയിം പാരൻറ്റിൽ നിന്ന് തന്നെ 2 ആൾക്കാർ, ഡി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഓഫ് ജി എന്നാണ് പറയുന്നത്. അതുകഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ജെയും ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. ജെ ഇൻറ്റു ജി എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ബി ഇസ് എ സൺ ഓഫ് എ, അതായത് ജി ഇസ് എ സൺ ഓഫ് ജെ എന്ന് വരും. ജെ ഇതാണ്, സൺ എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ വെച്ച് മെയിലാണെന്ന് കാണിക്കാൻ, ഇത് ഫീമെയിലാണ്. ഓക്കെ, ഇനി ജെയും എച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതും എഗെയിൻ എന്താണ്? പ്ലസ് സിമ്പിളാണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടോ, പ്ലസ് സിമ്പിളാണ് വന്നേക്കുന്നത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ജെ ഇസ് എ സിസ്റ്റർ ഓഫ് എ എന്ന് വരും. ജെ ഇസ് എ സിസ്റ്റർ ഓഫ് എച്ച് എന്ന് വരും. ജെ എന്ന് പറഞ്ഞാൽ സിസ്റ്ററാണ് ഓഫ് എച്ച്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചാൽ നമുക്ക് 2 കിട്ടി, ഡിയും കിട്ടി എച്ചും കിട്ടി. ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു എച്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിയുടെ ജെൻഡർ അറിയാമല്ലോ ഓൾറെഡി. അപ്പോൾ നമുക്ക് ഡിയുടെ മദറിൻ്റെ ലൈക്ക്
സിബ്ലിംഗ് ആണ്. ജെൻഡർ നമുക്കറിയില്ല, അത് അറിയേണ്ട ആവശ്യമില്ല ഈ ഒരു കേസിൽ. കാരണം ഡിയുടെ റിലേഷൻഷിപ്പാണ്. ഡി ഇസ് വാട്ട് ടു എച്ച് എന്നാണ് ചോദിച്ചത്. ഡി എന്ന് പറഞ്ഞാൽ ഡിയുടെ മദറിൻ്റെ ലൈക്ക് സിബ്ലിംഗ് ആണ് എച്ച്. അപ്പോൾ എന്ത് വരും? ഡി എന്ന് പറഞ്ഞാൽ നീസ് ആയിട്ട് വരും അല്ലേ. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി എസ് നീസ് ഓഫ് എച്ച് എന്ന് വരും. ഡി എസ് നീസ് ഓഫ് എച്ച് എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ഗ്രേപ്സ് ഇസ് റിലേറ്റഡ് ടു ഫ്രൂട്ട് ആൻഡ് ദ സെയിം വേ ആസ് പെപ്പർ ഇസ് റിലേറ്റഡ് ടു. ഓക്കെ, ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടാണ്, പെപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്പൈസ് ആണ് അല്ലേ. സ്പൈസ് അല്ലേ പെപ്പർ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, 3 different positions of same dice are shown. Select the symbol that will be on the face opposite to the one showing at. അപ്പോൾ അറ്റിന് ഓപ്പോസിറ്റ് തന്നെ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറ്റുള്ള ആ പെർട്ടിക്കുലർ ഡൈസിൻ്റെ പൊസിഷൻ നോക്കുക. ഇവിടെ ഉണ്ട് അറ്റ് അല്ലേ. അറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അറ്റിൽ വന്നേക്കുന്ന ബാക്കിയുള്ള സിമ്പിൾസ് നോക്കാം. ആംബർസാൻഡും സ്റ്റാറും. ഓക്കെ, ഈ സിമ്പിൾസ് ഒക്കർ ചെയ്യുന്ന വേറെ പൊസിഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ആംബർസാൻഡ് നമ്മൾ നോക്കുമ്പോൾ ഈ 2 പൊസിഷൻ നോക്കുക, ആംബർസാൻഡ് കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്ലോക്ക് വൈസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറ്റിന് ഓപ്പോസിറ്റുള്ള ലൈക്ക് ഫേസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 2 ഫിഗർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംബർസാൻഡിന് അബൌട്ട് ക്ലോക്ക് വൈസ് നമുക്ക് സിമ്പിൾസ് എഴുതി നോക്കാം. ഇവിടെ ആംബർസാൻഡ് എൻ്റെ ക്ലോക്ക് വൈസ് വരുന്നത് അറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് സ്റ്റാറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? ആംബർസാൻഡ് ഇവിടെ ഹാഷ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. ക്ലോക്ക് വൈസ് എങ്ങനെ പോകും? ഇവിടെ ലെസ് ദാൻ സിമ്പിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്ന ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു സെയിം കോമൺ സിമ്പിളിന് അബൌട്ട് ക്ലോക്ക് വൈസ് നമ്മൾ 2 പൊസിഷനിൽ എഴുതി കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്നേക്കുന്ന സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അതായത് ഇവിടെ അറ്റിൻ്റെ ഓപ്പോസിറ്റ് ഹാഷ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചാൽ അറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അത് ഈസി ആയിരുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, സെലക്ട് ദി ഓപ്ഷൻ ഇൻ വിച്ച് ഗിവൺ ഫിഗർ ഇസ് എംബഡഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിഗർ എവിടെയാണ് എംബഡഡ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, പിന്നെ ഈ 2 ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. നമുക്കത് ഓപ്ഷൻ സി നോക്കാം. പിന്നെ അത് ഇങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി നോക്കിയപ്പോൾ ഈ ഓപ്ഷനിൽ നോക്ക്, ഇവിടെ ഒരു ലൈൻ പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ ഈ ഒരു ലൈനും ഇങ്ങോട്ടുണ്ട്, ക്രോസ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് വെച്ച് നോക്കാം. 6th, select the letter cluster that can replace the question mark in the following series. Again, ഇവിടെ നമ്മൾ ജസ്റ്റ് ലെറ്റർ ക്ലസ്റ്റേഴ്സാണ് തന്നേക്കണം. ഓരോ ഫസ്റ്റ് പൊസിഷൻ, ഓരോ ക്ലസ്റ്ററിലും ഫസ്റ്റ് പൊസിഷനിലെ ലെറ്റേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ആയെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണ്, സി എന്ന് പറഞ്ഞാൽ തേർഡ് ലെറ്റർ ആണ്. അപ്പോൾ മൊത്തം പറഞ്ഞാൽ 2 ഷിഫ്റ്റ് ഉണ്ടാവും. എ ടു സി 2 ഷിഫ്റ്റ്. നമുക്ക് ഇവിടുത്തെ ഷിഫ്റ്റ് അറിയില്ല. നമുക്ക് ഇതും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ജി എന്ന് പറയുന്നത് 7th ലെറ്റർ ആണ്, ഐ എന്ന് പറയുന്നത് 9th ആണ്. ഇവിടെയും അഗെയിൻ +2 ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ +2 ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ സി കഴിഞ്ഞിട്ട് +2 ഷിഫ്റ്റ് എന്ന് നടന്നത് എന്തായിരിക്കും എന്നത്? സി ഈസ് 3 + 2 5 വരും, ഇ ആയിരിക്കും. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിൽ മാത്രമേ ഇ ഉള്ളൂ. അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, പൂർ ഓപ്ഷൻസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്ന് പറയുമ്പോൾ 1, 5, 9, 15 എന്നാണ് തന്നേക്കുന്നത്. അടുത്ത ഫിഗറിൽ എന്തായിരിക്കും നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ നമ്പേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ആയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സീരീസ് ആണിത്. 1, 5, 9, 15 എഴുതി നോക്കുക. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. അടുത്ത നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 4 വന്നു, അടുത്ത അഗെയിൻ ഇവിടെ 4 വന്നു, 9ഉം 15 തമ്മിലുള്ള ഡിഫറൻസ് 6 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആദ്യത്തെ 2 ഡിഫറൻസ് 4ഉം പിന്നത്തെ ഡിഫറൻസ് 6 ആയിരിക്കും. അപ്പോൾ അടുത്ത ഡിഫറൻസും 6 ആണെന്ന് ഒരു പാറ്റേൺ, 6 ആണെങ്കിൽ അതൊരു ഡീസൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ അടുത്ത ഡിഫറൻസ് നമുക്ക് 6 ആയിട്ട് എടുക്കാം. 6 ആയിട്ട് എടുത്ത് എന്ത് വരും? 4 ഫസ്റ്റ് ഡിഫറൻസ് വന്നു, 6 വന്നു, ഇനി അത് കഴിഞ്ഞിട്ടുള്ള 8 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് വാലിഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസർ ഉണ്ടോ നോക്കാം. 15 + 6 എത്ര? 21 ആണ്. നമുക്ക് ഓപ്ഷൻ ഡിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഫർദറായിട്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട. ഡി ഇല്ലെങ്കിലാണ് വേറെ എന്തെങ്കിലും പാറ്റേൺ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. തൽക്കാലം നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ നമ്പർ ദാറ്റ് കൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെ നമ്പേഴ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. 2യുടെ സ്ക്വയർ, 5യുടെ സ്ക്വയർ, 11ൻ്റെ സ്ക്വയർ, ഇത് എന്താണെന്നറിയില്ല, 23യുടെ സ്ക്വയർ, 31ൻ്റെ സ്ക്വയർ. ഓക്കെ,
ഈ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ 23യും 31 ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അത് രണ്ടും പ്രൈം നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി എല്ലാ നമ്പേഴ്സ് നോക്കുമ്പോൾ എഗെയിൻ അതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. പക്ഷേ ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പോൾ എന്തോ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് എഴുതി നോക്കാം. 2 കഴിഞ്ഞിട്ട് പിന്നെ പ്രൈം നമ്പർ 3, അത് കഴിഞ്ഞിട്ട് 5, അത് കഴിഞ്ഞിട്ട് 7, അത് കഴിഞ്ഞിട്ട് 11, അത് കഴിഞ്ഞിട്ട് 13, 17, 19, 23 and 29 and 31. ഓക്കെ, നമ്മൾ 31 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതി. എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തേക്കണത് നോക്കാം. ഓക്കെ, 2 കഴിഞ്ഞിട്ട് വന്നേക്കണ പ്രൈം 2യുടെ സ്ക്വയർ കഴിഞ്ഞിട്ട് 5യുടെ സ്ക്വയർ ആണ് വന്നേക്കണത്. അതായത് 3 എന്ന് പറഞ്ഞാൽ ആ പ്രൈം നമ്പറിൻ്റെ ആ ഒരു ടേം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഗെയിൻ നോക്കുമ്പോൾ 5 കഴിഞ്ഞിട്ട് 11 ആണ് വന്നേക്കണത്. അപ്പോൾ 7 ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് നെക്സ്റ്റ് പ്രൈം നമ്പർ, അതായത് ഒരു പ്രൈം നമ്പർ സ്കിപ്പ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ ആണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ. അപ്പോൾ 11 കഴിഞ്ഞിട്ട് വരേണ്ടത് 17ൻ്റെ സ്ക്വയർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്, 17ൻ്റെ സ്ക്വയർ. അത് 13 സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അഗെയിൻ നമ്മളിവിടെ നോക്കുമ്പോൾ 17 കഴിഞ്ഞാൽ 23 ആണ് വരേണ്ടത്, കാരണം 19th നമ്പർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 23 കഴിഞ്ഞിട്ട് 31 ആണ് വന്നത്, കാരണം 29 എന്ന് പറഞ്ഞ നമ്പർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും പാറ്റേൺ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് നോക്കാം. 4 number pair have been given, out of which 3 are alike in some manner and 1 is different. Select the odd one. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ 8ഉം 138ഉം ആണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 143 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 11 into 13 ആണ്. അതായത് ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സിമിലർലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ എൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് പറയുമ്പോൾ 8 വരും, 8 + 4 12 വരും. ഓക്കെ, അതും എഗെയിൻ 2ൻ്റെയും 3യുടെയും മൾട്ടിപ്പിൾ ആണ്. അതായത് 6ൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്, ഈ 164 174 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എഗെയിൻ നോക്കുമ്പോൾ 5ൻ്റെ ലൈക്ക് ഒരു മൾട്ടിപ്പിൾ ആണ് ഈ 155 എന്ന് പറഞ്ഞാൽ, അതായത് 33 അല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾ 5 into 33 ആണ്. പക്ഷേ ഈ ഒരു പാർട്ട് മാത്രം ഈ 138 എന്ന് പറഞ്ഞാൽ 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ദിവസം നോക്കാം. നെക്സ്റ്റ്, സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് വേർഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ഷെയർഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് വേർഡ്സ്. ഓക്കെ, അടുത്ത് തന്നിരിക്കുന്നത് പറഞ്ഞാൽ ട്യൂമറിക് ആണ് തന്നേക്കുന്നത്. നമുക്കറിയാം അതൊരു സ്പൈസ് ആണ് അല്ലേ. സിമിലർലി ഓപ്ഷൻ സി നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. സിമിലർ റിലേഷൻഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ദ തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് നമ്പർ ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇത് തമ്മിലുള്ള എന്താണോ സിമിലർലി ഇതിന് കറസ്പോണ്ടിങ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ കണ്ടാൽ 6 252 ആണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് 252 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് 6ൻ്റെ ക്യൂബ് ഓർമ്മ വേണം. 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ് അല്ലേ, 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 252 എൻ്റെ അടുത്തുള്ള നമ്പറാണ്. 216 പ്ലസ് സംതിങ് ചെയ്താലാണ് 252 കിട്ടണം. പ്ലസ് എന്താണ് ചെയ്യേണ്ടത്, 252 കിട്ടണമെങ്കിൽ +6 ചെയ്താൽ 222 കിട്ടും, +30 ചെയ്ത് കഴിഞ്ഞാൽ 252 കിട്ടും. ബേസിക്കലി അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 252 എന്ന് പറഞ്ഞാൽ 6 ക്യൂബ് + 6 സ്ക്വയർ ആണ്. ഓക്കെ, സെയിം ലോജിക്ക് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പാടില്ലേ, 5 ക്യൂബ് + 5 സ്ക്വയർ. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അതായത് 150 എന്ന് വരും ആൻസർ. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അത് കിട്ടിയല്ലോ, എളുപ്പമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ assume the information given in the statement as true and decide which of the following conclusions logically follows. ഓക്കെ, ബേസിക്കലി സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിലോഗിസത്തിൻ്റെ ബേസിക് ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ ഒരു ഫോളോ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ 100% ഫോളോ ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചെയ്യുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്താണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെൻ ഡയഗ്രാം വെക്കാം. അപ്പോൾ പറയുന്നത് ഓൾ കാർസ് ആർ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാർസ് ഇത്. ഇപ്പോൾ കാർസിൻ്റെ സെറ്റ് ഞാൻ ഒരു സർക്കിൾ വെച്ച് സി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓൾ കാർസ് ആർ ട്രക്സ് എന്ന് പറയുമ്പോൾ ഈ സെറ്റിലുള്ള എൻറ്റയർ എലമെൻറ്റ് ട്രക്സിൻ്റെ സെറ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു കേസ് എടുക്കാം, ഇതിങ്ങനെ എടുക്കാം.
ഇത് ട്രക്സിൻ്റെ സെറ്റാണെങ്കിൽ ഈ സെറ്റിലുള്ള എൻറ്റയർ സാധനം ട്രക്സിലുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ചു. പിന്നെ സം ബസ്സസ് ആർ കാസ്. ഓക്കെ, സം ബസ് ആർ കാസ് എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ സെറ്റും കാറിൻ്റെ സെറ്റിലും കോമൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വരക്കാം നെക്സ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ വരച്ചു, ഇത് ബസ്സസിൻ്റെ സെറ്റ്. ഈ കോമൺ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാസും അതാണ് പറയുന്നത്, സം ബസ് ആർ കാസ്. സം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ് ഈ പാർഷ്യൽ ഓവർലാപ്പ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെറ്റിന് എൻറ്റയർലി സെക്കൻഡ് സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കൺക്ലൂഷൻ നോക്കാം. ഓൾ കാർസ് ആർ ബസ്സസ് എന്നാണ് നമ്മുടെ ഇത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് വാലിഡ് ആകണമെങ്കിൽ ബേസിക്കലി ഈ കാർസ് നമ്മൾ വരച്ച ബേസിക് ഡയറക്റ്റിൽ കാർസിൻ്റെ സെറ്റല്ലേ അത് എൻറ്റയർലി വിത്തിൻ ബസ്സസിൻ്റെ സെറ്റ് ആയിരിക്കണം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, പാർഷ്യൽ ഓവർലാപ്പ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആൻസർ തെറ്റായിരിക്കും, ഈ കൺക്ലൂഷൻ തെറ്റാണ്. അടുത്തത് സം ബസ്സസ് ആർ ട്രക്സ്. ഓക്കെ, സം ബസ്സസ് ആർ ട്രക്സ് എന്ന് പറയുമ്പോൾ ഈ ബസ്സും ട്രക്സും തമ്മിലുള്ള സെറ്റ്സിൽ ഒരു പാർഷ്യൽ ഓവർലാപ്പ് മതി. അത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ട്രക്സിൻ്റെ സെറ്റ്, ഇതാണ് ബസ്സിൻ്റെ സെറ്റ്. ഇത് തമ്മിലൊരു പാർഷ്യലായിട്ടുള്ളൊരു എലമെൻറ്റ്സ് ഉണ്ടല്ലോ, പാർഷ്യൽ ഓവർലാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അഗെയിൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഓൾ ട്രക്സ് ആർ ബസ്സസ്. ഓക്കെ, ഇത് ട്രൂ ആകണമെങ്കിൽ ട്രക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് എൻറ്റയർലി വിത്തിൻ ബസ്സിൻ്റെ ഉള്ളിലാകണം. പക്ഷേ ബേസിക് ഡയഗ്രത്തിൽ പോലും അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ വാലിഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ 2 ആണ്. ഓപ്ഷൻ സി നോക്കപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എന്നാൽ സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നടുക്ക് 3 ആണ് തന്നേക്കുന്നത്. അപ്പോൾ 3ക്ക് എന്തോ ഒരു റെലവൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഓരോ നമ്പേഴ്സ് നോക്കി. ഇത് നിങ്ങളുടെ 1 1 എന്നാണ് തന്നേക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ 2 8 ആണ് തന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നേക്കുന്നത് 3 27 എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ എന്താണെന്ന് അറിയില്ല, ഇതാണ് നമുക്ക് ഗസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 5 125 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഈ 2 ഡിജിറ്റായിട്ടും 3 ഡിജിറ്റായിട്ടും തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് ഈ നമ്പേഴ്സ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 1 ആണ്, സെക്കൻഡ് നമ്പറും 1 ആണ്. ഓക്കെ, അത് നമുക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ താഴോട്ട് വരുന്നതോറും നമുക്ക് ഈ പാറ്റേൺ ഫെമിലിയർ ആയിട്ട് വരാൻ തുടങ്ങും. അതായത് ഇവിടെ 327 എന്നാണ് തന്നേക്കുന്നത്. 3 ആണ് ഇവിടെ, 3യുടെ ക്യൂബാണ് 27 സെക്കൻഡ് ടേം ആയിട്ട് തന്നേക്കുന്നത്. എഗെയിൻ നമ്മൾ 5 125 എന്ന് പറയുമ്പോൾ 5 ആണ് ഇവിടെ തന്നേക്കുന്നത്. അതിൻ്റെ ക്യൂബാണ് 125, അതാണ് സെക്കൻഡ് ടേം ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ സിമിലർലി ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്തായിരിക്കും? 1 2 3 4 ആണ്, 4ൻ്റെ ക്യൂബ് 64 ആയിരിക്കും സെക്കൻഡ് ടേം ആയിട്ട് വന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അത് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, 464. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അഗെയിൻ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്യുക HFE എന്നുള്ള നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ പ്ലേസ് വാല്യൂ 8, എഫിൻ്റെ 6, ഇയുടെ 5. ഓക്കെ, ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഓരോ ഓപ്ഷൻസും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഷിഫ്റ്റ് വന്നത് -2 -1 ആണ്. അതാണ് 2 കേസ് വന്നത്. നമുക്ക് അഗെയിൻ ഇതിൻ്റെ എഴുതാം. 7 വന്നു, ഇവിടെ നിന്ന് പറഞ്ഞാൽ 13 വന്നു, ഇവിടെ 6 വന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ലെറ്റേഴ്സ്, ഈ ലെറ്റേഴ്സിൻ്റെ ഓരോരുത്തരുടെ പ്ലേസ് വാല്യൂസാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കണേ. ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഈ 13 തന്നിട്ടുണ്ട്, 7 6 തന്നിട്ടുണ്ട്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. 7 + 6 ആണ് 13. അപ്പോൾ ബേസിക്കലി ഈ 2 നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ ആഡ് ചെയ്തിട്ട് കിട്ടണ പ്ലേസ് വാല്യൂയുടെ കറസ്പോണ്ടിങ് ലെറ്ററാണ് ഈ നടുക്കുള്ളത്. അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഓക്കെ, സിമിലർലി നമുക്കത് ഇവിടെ വർക്ക്ഔട്ട് ആവുണ്ടോ നോക്കാം. ഓപ്ഷൻ സിയിലും ഡിയിലും നോക്കുമ്പോൾ നടുക്ക് തന്നേക്കണ 22 വി ആണ്, അത് 22 ആണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. ഇവിടെ തന്നേക്കണത് ഡി ആണ്, അത് 4 ആണ്. ആറിൻ്റെ 18 ആണ്. അപ്പോൾ 18 + 4 എന്ന് പറഞ്ഞാൽ 22 വരും. ഓക്കെ അല്ലേ? അതായത് 4 22 18 വന്നു, 18 + 4 22. ഓക്കെ, ഈ സെയിം ലോജിക്കാണ് ഇവിടെ വർക്കായി. അടുത്തത് നമുക്ക് നോക്കാം. 15 22 7 ആണ് വന്നേക്കുന്നത്. എഗെയിൻ ഈ 2 ലെറ്റേഴ്സിൻ്റെ സം 22 ആണ് നടുക്ക് വന്നേക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളത്. നമ്മുടെ ഓഡ് വൺ ഔട്ട് ഒബ്വിയസ്ലി ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഓഡ് വൺ ഔട്ട്. അപ്പോൾ കാരണം അവിടെ വേറെ എന്തോ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് എ ഈസ് കോസ്റ്റ്ലിയർ ദാൻ ബി ബൈ 2 rupees. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് തന്നെ കൊടുക്കാം. ഇതിൽ പറയുന്നത് എ ഈസ് കോസ്റ്റ്ലിയർ ദാൻ പ്രൊഡക്റ്റ് ബി. അപ്പോൾ ബിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ A -2 എന്ന് വരും. ഓക്കെ, 2 രൂപ കൂടുതലാണെന്നാണ് പറയുന്നത്. ബീനേൽ 2 രൂപ കൂടുതലാണ് എ എന്നുള്ളത്. അപ്പോൾ ബിയുടെ രൂപ എന്തായിരിക്കും? A -2 ആയിരിക്കുമല്ലോ. ഓക്കെ, ഇഫ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എ ഈസ് ഇൻക്രീസ് ബൈ 2 times ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബി,
അപ്പോൾ എയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് പ്രൈസ് ഓഫ് ബി ഇൻക്രീസ് ചെയ്തു. 2 ടൈംസ് ഓഫ് പ്രൈസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ മൈനസ് 2 എന്ന് വരും. ഓക്കെ, ദെൻ ദ ന്യൂ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് എ ബിക്കംസ്, ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 17 രൂപയാണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ എ പ്ലസ് 2a മൈനസ് 4 is equal to 17. അതായത് 3a is equal to 21 എന്ന് വരും, a is equal to 7 എന്ന് വരും. അപ്പോൾ ബി എത്ര രൂപയാണ്? ബി എന്ന് പറയുമ്പോൾ 7 മൈനസ് 2 5 എന്ന് വരും. നോക്കിപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അടുത്തത് ഓക്കെ, ഒരു ലെറ്റർ സീരീസാണ് തന്നേക്കുന്നത്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഗസ് ചെയ്യാനാണ്. നമുക്ക് തന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ 23rd ലെറ്റർ, Q എന്ന് പറഞ്ഞാൽ 17th ലെറ്റർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് ജസ്റ്റ് എഴുതി നോക്കാം. 23 17 ഇത് നമുക്കറിയില്ല. H 8 ആണ്, E 5 ആണ്, C എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതാണ് പ്ലേസ് വാല്യൂസ് തന്നേക്കണം. ഇനി നമ്മൾ സാധാരണ നമ്പർ സീരീസ് സോൾവ് ചെയ്യണ പോലെ ചെയ്താൽ മതി. ഡിഫറൻസ് എടുത്ത് നോക്കുക. ബേസിക്കലി 2 വരും, ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 വരും. ഓക്കെ, ഇവിടെ ഡിഫറൻസ് പറഞ്ഞാൽ 6 വരും. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഡിഫറൻസ് ഡിക്രീസിങ് ആയിട്ടുള്ള ഓർഡറിൽ പോകുന്ന ഒരു കേസാണെന്നുകൊണ്ട് അപ്പോൾ ഇവിടെ ഡിഫറൻസ് വന്നാൽ ഇവിടെ എന്താ ഡിഫറൻസ് വരാം? 5 വരാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരാം? 4 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഡിഫറൻസ് ഡിക്രീസിങ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 17 മൈനസ് 5 ചെയ്താൽ മതി. 17 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട് ചെയ്യണത് L ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതിന് 12 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പോൾ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഓർഡറിൽ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. അതാണ് പാറ്റേൺ. ഡിക്രീസിങ് ഓർഡറിൽ പോകണ ആണ് പാറ്റേൺ. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം പറഞ്ഞത്. നെക്സ്റ്റ് 17. Okay, in a certain code language, gum is coded as 49441 How will bags be coded in the language? Okay, gum is coded as 49, okay, 441 and 169. Okay, ഈ നമ്പേഴ്സ് ഈ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സോറി ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് ഫസ്റ്റ് എഴുതുക. 7 21 ഇത് 13. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഈ കറസ്പോണ്ടിങ് നമ്പറായിട്ട് മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിലെ ഫസ്റ്റ് 2 ലെറ്റർ എന്ന് പറഞ്ഞാൽ 49 എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 21ൻ്റെ സ്ക്വയർ ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത്, 441 ആയിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് 13ൻ്റെ സ്ക്വയർ ആണ് 169 ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ജസ്റ്റ് പ്ലേസ് വാല്യൂസിൻ്റെ സ്ക്വയേഴ്സ് ആണ് കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ സിമിലർലി നമുക്ക് വാക്സിൻ്റെ എഴുതി നോക്കാം. വാക്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 23 ആണ്, 1 ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 24 ആണ്. 23യുടെ സ്ക്വയർ എത്രയാണ്? 529 ആണ് അല്ലേ. ഓപ്ഷൻ സി നോക്കുമ്പോൾ ഓപ്ഷൻ എ മാത്രമേ കറക്റ്റായിട്ട് വന്നുള്ളൂ, ആ ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് 1ൻ്റെ 1 തന്നെ വരും, 24ൻ്റെ 576 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ നോക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിള്. നമ്പേഴ്സ് എങ്ങനെ മാപ്പ്, ഈ ഫസ്റ്റ് റോ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ക്ലൂ കിട്ടും. 14 ആണ് തന്നേക്കുന്നത് ഇവിടെ അല്ലേ. 10ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ്, 3 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് 14. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോറി, 7 × 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. എഗെയിൻ നമുക്ക് അടുത്ത കേസ് ആ സിമിലർലി വർക്കൗട്ട് ആവും നോക്കാം. 49ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 14 ആണ് അല്ലേ. 14 അല്ല, +4 19 34 ആണ്. ലൈക്ക് 49ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 34 ആണ്. 34ൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ വന്നേക്കുന്നത്, 68 അല്ലേ. 68 എന്ന് പറയുമ്പോൾ 60 + 8 68. അപ്പോൾ സിമിലർലി ഇവിടുത്തെ ആൻസർ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് കറസ്പോണ്ടിങ് എന്തായിരിക്കും? ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ +4 + 14 ആണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. 14 × 2 അതായത് 28 ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പമായിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് 2 കോളത്തിലെ എലമെൻറ്റ്സിലെ ഡിഫറൻസ് എടുക്കാണ്ട് 2 ടൈംസ് എടുക്കുക, അതായിരിക്കും തേർഡ് കോളത്തിലെ ആൻസർ. നമ്മൾ നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഡിപിക്ട്സ് ഹൗ given transparent sheet paper would appear if it's folded in the dotted lines. ഓക്കെ, ഇവിടെയാണ് നമുക്ക് തന്നേക്കുന്ന ഡോട്ടഡ് ലൈൻസ്. അതിനെ അബൌട്ട്
ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുമ്പോൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നവർ, ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ബേസിക്കലി ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും അബൌട്ട് ദിസ് ലൈൻ. അതാണ് അതിൻ്റെ ബേസിക് ട്രിക്ക് എന്ന് പറഞ്ഞാൽ അബൌട്ട് ദിസ് ലൈൻ മിറർ ഇമേജ് ഓഫ് ദിസ് തിങ് അബൌട്ട് ദിസ് ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും? ആദ്യം തന്നെ ഈ ഒരു വലിയ ലൈനില്ലേ, അത് ഇങ്ങനെ ഒരു ലൈനായിട്ട് വരും മിറർ ഇമേജ് എടുക്കുമ്പോൾ. നമുക്ക് ഈ ഒരു ലൈൻ ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം നോക്കുമ്പോൾ ഈ ലൈൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഈ ഓപ്ഷൻ അല്ല, കാരണം ഇതിൽ ഈ ലൈൻ ഇവിടം വരെ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. അതാണ് അവിടുത്തെ എറർ. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ അല്ലേ. അപ്പം മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പോലെ ലൈൻ വരും. അതായത് ഈ നടുക്ക് വരും, ഇതിൻ്റെ നടുക്ക് വരും. ഈ ഓപ്ഷൻസിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല ആൻസർ. ഓപ്ഷൻ സിയിലും നടുക്കൊരു ലൈൻ ഇല്ല. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഈ ലൈൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ അല്ല, ഓപ്ഷൻ എ സി ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. അത് മാത്രമാണല്ലോ ഉള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ടു ഡിജിറ്റ് ഷുഡ് ബി ഇൻ്റർചേഞ്ച് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആക്കണമെങ്കിൽ ഏതൊക്കെ 2 ഡിജിറ്റ് ഓപ്ഷൻ സി 2 ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഏത് കറക്റ്റ് ആണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ LHSലും RHSലും ലൈക്ക് ഹോൾ നമ്പർ ലൈക്ക് നമ്പേഴ്സിൻ്റെ ടൈപ്പ് സെയിം ആയിരിക്കണം. അതായത് LHSൽ ഹോൾ നമ്പർ ആണെങ്കിൽ RHSലും ഹോൾ നമ്പർ ആകണം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 54 ആണ് തന്നേക്കുന്നത്. അപ്പോൾ LHSും ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ അവിടെ ഫ്രാക്ഷൻസ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലോജിക്കിൻ്റെ ബേസിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 2ഉം 3ഉം ഇൻ്റർചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 32ക്ക് പകരം എന്ത് വരും? 23 എന്ന് വരും, ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. പിന്നെ ഇവിടെ പ്ലസ് ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് തന്നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് തന്നെ ഒരു ഫ്രാക്ഷൻ വരുമല്ലോ, 23 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത്. അതൊരിക്കലും ലൈക്ക് ഹോൾ നമ്പറായിട്ട് മാറില്ല, കാരണം ഇവിടെ ഡിവൈഡ് സിമ്പൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ തന്നെ നമുക്ക് റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ 6ഉം 2ഉം ഇൻ്റർചേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ വരും? 36 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 62, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് വെക്കുകയാണ്, മൈനസ് 13 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇത് 18 വന്നിട്ടുണ്ട്. 18 പ്ലസ് 62 മൈനസ് 26 എന്ന് വരും. 62 പ്ലസ് 18 എന്ന് പറയുമ്പോൾ 80 വരും. 80 മൈനസ് 26 എന്ന് വരും. അത് ബേസിക്കലി 54 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഓപ്ഷൻ ബിയിൽ വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്, 54 എന്നുള്ളൊരു ആൻസർ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഓഡ് വൺ ഔട്ട് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഓഡ് വൺ ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം സിറ്റീസ് ഓഫ് ഗുജറാത്തിലെ സ്റ്റേറ്റിലെ സിറ്റീസാണ്. ഇതെല്ലാം അഹമ്മദാബാദ്, സൂറത്ത്, രാജ്കോട്ട്. ഇത് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റീസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഡ് വൺ ഔട്ട്. അടുത്തത് ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് പൈത്തൺ ഇസ് റിട്ടൺ ആസ്. ഓക്കെ, ഒരു വേർഡ് തന്നിട്ടുണ്ട്. ഹൗ വിൽ റിതം ബി റിട്ടൺ ആസ് ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പൈത്തൺ ഓക്കെ, മാപ്പ് ചെയ്തേക്കണം, ഇങ്ങോട്ടാണ് മാപ്പ് ചെയ്തേക്കണം. പക്ഷേ ആ ലെറ്റേഴ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലൈക്ക് ഒന്നുമല്ല, അത് ഓപ്പോസിറ്റ് പെയർ അല്ല, അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പൈത്തൺ എഴുതുക, അതിൻ്റെ പ്ലേസ് വാല്യൂ താഴെ എഴുതുക, എന്നിട്ട് വേർഡ് എഴുതുക, അതിൻ്റെ മുകളിൽ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതുക. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. എന്ന് പറയുമ്പോൾ 16 ഇത് 25, ടി എന്ന് പറഞ്ഞാൽ 20, 15 പിന്നെ 14. പ്ലേസ് വാല്യൂസ് എല്ലാം എഴുതി. അടുത്ത് നമ്മൾ വേർഡ് എഴുതാം, LMFRWN. ഇതിൻ്റെ പ്ലേസ് വാല്യൂ മുകളിൽ എഴുതാം, 12, 13, 6, 18, 14. അവിടെ ജസ്റ്റ് ഈ 2 നമ്പേഴ്സ് കമ്പയർ ചെയ്ത് പാറ്റേൺ കണ്ടുപിടിക്കുക. 16ഉം 12 എന്ന് പറയുമ്പോൾ -4 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. 23ഉം 13 എന്ന് പറയുമ്പോൾ 12 ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മാപ്പിംഗ് അല്ലായിരിക്കാം. ഫസ്റ്റ് ഇതിൽ നമുക്ക് ഡയറക്റ്റ് മാപ്പിംഗ് നമുക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രോസ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അത് ഫസ്റ്റ് ക്രോസ് ആയിട്ടുള്ള കോഡിങ് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെയാണോ മാപ്പിംഗ് എന്നുള്ളത്. അതായത് ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഓക്കെ, 16ഉം 14ഉം ഡിഫറൻസ് വന്നത് -2 ഡിഫറൻസ് ആണ് വന്നേക്കുന്നത്. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് നോക്കുമ്പോൾ എഗെയിൻ -2 ആണ്. പിന്നെ 20ഉം തേർഡ് ലാസ്റ്റ് നോക്കുമ്പോൾ എഗെയിൻ -2 ആണ്.
8ഉം 6 എന്ന് പറയുമ്പോൾ -2 ആണ്, 15ഉം -2 ആണ്, ലാസ്റ്റും ഫസ്റ്റും നോക്കുമ്പോൾ എഗെയിൻ -2 ആണ്. അതായത് ബേസിക്കലി ഇവിടെ ഒരു ക്രോസ് കോഡിംഗ് ആണ് നടന്നേക്കുന്നത്. ഫസ്റ്റ് ലാസ്റ്റ് മാപ്പിംഗ് ആണ് നടന്നേക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഫസ്റ്റ് എന്നുള്ള മാപ്പിംഗ് ആണ് നടന്നേക്കുന്നത്. അപ്പോൾ സിമിലർലി നമുക്ക് അതിനനുസരിച്ച് ഇവിടുത്തെ റിതത്തിൻ്റെ കറസ്പോണ്ടിങ് എഴുതി നോക്കാം. അപ്പോൾ റിതം എന്ന് പറയുമ്പോൾ RHYPHM, R എന്ന് പറയുമ്പോൾ 18, H എന്ന് പറയുമ്പോൾ 8, 25, 20, 8, 13, 12. ഓക്കെ, ഇതാണ് തന്നേക്കുന്ന ഈ വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എഴുതിയുണ്ട്. പിന്നെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കറസ്പോണ്ടിങ് കോഡ്, ഇതിൻ്റെ കോഡ് കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് കോഡിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെറ്റർ -2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് റിതം വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ലെറ്റർ -2 ആണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ലെറ്റർ M ആണ്, -2 എന്ന് പറയുമ്പോൾ 11 വരും. അതായത് കെയിൽ സ്റ്റാർട്ട് ചെയ്യണ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ ഓപ്ഷൻ സി നോക്കുമ്പോൾ ബേസിക്കലി ഒരു ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും വേറെ ലെറ്റേഴ്സ് വെച്ചാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. പിന്നെ അടുത്ത ലെറ്റർ കണ്ടുപിടിക്കുന്നത് 8 - 2 എന്ന് പറയുന്നത് 6 വരും, അത് F വരും. എഗെയിൻ ഇവിടെ നമുക്ക് F തന്നെയാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് 20 - 2 എന്ന് പറയുമ്പോൾ 18 വരും, അതായത് 6 വരും, KFR. ഓക്കെ, അത്ര തന്നെ നമ്മൾ കണ്ടുപിടിക്കാം. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ എ ലോജിക്കൽ ആൻഡ് മീനിങ് ഓർഡർ എന്നാണ്. തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ലൈക്ക് മൈക്രോൺ, മീറ്റർ, മൈൽ, മില്ലിമീറ്റർ, കിലോമീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മീറ്ററിൻ്റെ ഡിഫറെൻറ്റ് ലൈക്ക് റേഞ്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. യൂണിറ്റ്സ് അല്ല, ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ് തന്നിരിക്കുന്നത്. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻⁻² മീറ്റേഴ്സാണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റേഴ്സാണ്. മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ ആണ്. ഓക്കെ, മീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, മീറ്ററാണ് ബേസിക് യൂണിറ്റ്. അതിൻ്റെ ഡിഫറെൻറ്റ് ലൈക്ക് പ്രിഫിക്സസ് വെച്ച് ഡിഫറെൻറ്റ് റേഞ്ചസ് എഴുതി വെച്ചേക്കാണ് ഇവിടെ. മൈക്രോൺസ് എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ തന്നെയാണ്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റേഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതിലൊരു പർട്ടിക്കുലർ ലോജിക്കൽ ആൻഡ് മീനിങ് ഓർഡറിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ 4 ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്, അത് മില്ലിമീറ്റർ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഈ സിയും ഡിയിൽ നോക്കുമ്പോൾ മൈക്രോൺ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അസെൻഡിങ് ഓർഡറിലാണ് ചെയ്തേക്കുന്നത്, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് പറഞ്ഞാൽ മൈക്രോൺ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആണ്. ഇനി ജസ്റ്റ് ഓപ്ഷൻ സിയും ഡിയും കമ്പയർ ചെയ്താൽ മതി, എവിടെയാണ് ഡിഫറൻസ് വന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 14625 ഇത്രയും ഏരിയ സെയിം ആണ് രണ്ടിൻ്റെ കേസിൽ അല്ലേ? അവസാനത്തെ ഈ രണ്ട് തമ്മിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 5ഉം 3ഉം കമ്പയർ ചെയ്താൽ മതി. 5 എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്, 3 എന്ന് പറഞ്ഞാൽ മൈൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ബേസിക്കലി 609 കിലോമീറ്റേഴ്സ് ആണ് 1 മൈൽ എന്ന് പറഞ്ഞാൽ. അതായത് മൈലാണ് ബേസിക്കലി, മൈൽ എന്ന് പറഞ്ഞാൽ 1.5+ കിലോമീറ്റേഴ്സാണ്. 1.5 ശരിക്കും 1.609 കിലോമീറ്റേഴ്സ് ആണ്. ഒബ്വിയസ്ലി മൈൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 കിലോമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മൈൽ തന്നെയാണ്, അതിന് മുന്നെയാണ് കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇൻക്രീസിങ് ഓർഡറിൽ അങ്ങോട്ട് എഴുതി വെച്ചേക്കണമെന്നേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് എ റെപ്രസെൻറ്റ് ഹു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരുടെ സെറ്റാണ്. ഓക്കെ, ഗ്രൂപ്പ് ബി റെപ്രസെൻറ്റ് ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി. അപ്പോൾ ഇത് ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരുടെ സെറ്റാണ്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് സി റെപ്രസെൻറ്റ്സ് ഹു ക്യാൻ സ്പീക്ക് മറാഠി. അപ്പോൾ ഇത് മറാഠി സംസാരിക്കുന്ന ആൾക്കാരുടെ സെറ്റാണ്. ഓക്കെ, ഇതിൽ ഓരോ നമ്പേഴ്സ് തന്നേക്കണം ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ എത്ര നമ്പർ ഓഫ് ആൾക്കാർ ഉണ്ടാകും എന്നാണ് കാണിച്ചേക്കുന്നത്. നമ്പേഴ്സ് ഗിവൺ ഇൻ ദ ഡയഗ്രാം represents the number of person in that particular category. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കാം, ഹൗ മെനി പേഴ്സൺസ് ക്യാൻ സ്പീക്ക് എക്സാക്ട്ലി 2 ലാംഗ്വേജസ്. എക്സാക്ട്ലി 2 ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്പറാണ് ചോദിച്ചേക്കണം. ആ എക്സാക്ട്ലി 2 ആൾക്കാർ സംസാരിക്കുന്ന ഏത് ഏരിയയിലായിരിക്കും വന്നേക്കണം? ഈ ഏരിയയിലാണ് അല്ലേ? ഈ ഏരിയയിലാണ്, അതായത് ഈ ഏരിയയിലാണ്. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 അല്ല, മോർ ദാൻ 3 ലാംഗ്വേജ് സ്പീക്കിംഗ് ഈ ഏരിയയിൽ വന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി എക്സാക്ട്ലി 2 ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി.
2 പ്ലസ് ഈ ഏരിയയിൽ 2 പ്ലസ് 5 7 7 പ്ലസ് 11 18 വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ വരും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അടുത്ത സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ എ മിറർ ഈസ് പ്ലേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. ഓക്കെ, നമുക്ക് ഇവിടെ ആണ് മിറർ വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മിറർ ഇമേജിൻ്റെ ബേസിക് ഇതെന്താണ്, ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കും. അതായത് ഇവിടെ ഇത് ഇമേജിൻ്റെ ലെഫ്റ്റ് ഇതാണ്, ഈ ഇമേജിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് എങ്ങനെ വരും? ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ വരും, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരും. അതായത് ഈ ഒരു ഹെക്സഗണൽ ഫിഗർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അങ്ങനെ അല്ലാത്ത ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, എല്ലാ ഓപ്ഷൻസിലും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പക്ഷേ ഈ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ആക്സിന് അബൌട്ട്, അതായത് ഇവിടെയും സിമെട്രിക് ആയിട്ടുള്ള ഫിഗറാണ് ഒരു വെർട്ടിക്കൽ ആക്സിന് അബൌട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്താലും വ്യത്യാസം വരില്ല. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഒരു ഹെക്സഗൺ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. അത് നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓക്കെ, ഓപ്ഷൻ ബി നമുക്ക് അതിൻ്റെ ബേസിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആരോ സിമ്പിൾ നോക്കാം. അതാണല്ലോ ഇതായിട്ട് തോന്നുന്നത്. ആരോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരും. ഓക്കെ, എഗെയിൻ ഈ ഒരു ആരോ സിമ്പിൾ ലെഫ്റ്റിലോട്ടല്ലേ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിറർ ഇമേജ് വരുമ്പോൾ അത് റൈറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വരും. അത് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വരും. അത് നമുക്ക് ഓപ്ഷൻസിൽ നോക്കപ്പോൾ ഏത് ഓപ്ഷൻസിലാണ്. ഓക്കെ, അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഡയറക്ഷൻ റൈറ്റിലോട്ട് പോയിന്റ് ചെയ്തായിരിക്കും നമ്മുടെ ആരോ ഇരിക്കണം. കാരണം മിറർ ഇമേജ് വരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കണം. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബിറ്റ്വീൻ ദീസ് ടു ഓപ്ഷൻ പിന്നെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ഈ ഷെയ്ഡ്, ഈ ഒരു ഫിഗറിൽ അൺഷെയ്ഡ് ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഈ ആൻസറും എല്ലാം ഇതുമല്ലായിരിക്കും ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതോടെ ഇന്നത്തെ ഈ ഷിഫ്റ്റ് തീർന്നു. അത് കമ്പാരിറ്റീവ്ലി വെരി ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഇന്നത്തെ സെഷൻ.